തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ അംഗങ്ങൾ ഉന്നയിച്ച പരാതികൾ പരിശോധിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിച്ച് CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ CB ദേവദർശൻ, R അനിൽകുമാർ എന്നിവരാണ് അംഗങ്ങൾ. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിപിൻ C വിജയൻ ചേരുന്നു. വിപിൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് LDFന് CPIMന് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും വിമർശനം ഒരുപക്ഷെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു കാണും. ഇപ്പോൾ അതേക്കുറിച്ച് പഠിക്കാനാണ് CPIMന്റെ തീരുമാനം, അല്ലേ? അതെ ദിലീപ് കുമാർ, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു ഞെട്ടിക്കുന്ന തോൽവിയാണ് CPIMനെ പ്രത്യേക LDFനെ സംബന്ധിച്ച് എറണാകുളത്തുണ്ടായത്. കാരണം ഇവിടെ ഇപ്പോൾ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് CPIM ആയിരുന്നു, LDF ആയിരുന്നു. അപ്പോൾ ഒരു വലിയ വിജയം ഒന്നുണ്ടായില്ലെങ്കിൽ പോലും വിജയിച്ച് കയറാം എന്നുള്ളൊരു പ്രതീക്ഷ CPIMനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 5 വർഷം അത് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയ മോശമില്ലാത്ത രീതിയിലുള്ള ഭരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിജയം ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഒരു ഞെട്ടിക്കുന്ന തോൽവിയായിരുന്നു ആകെ ഉണ്ടായത്. അതായത് ബ്ലോക്കിലേക്കായാലും കോർപ്പറേഷനിലേക്കും പഞ്ചായത്തുകളിലേക്കും എല്ലാം തന്നെ ഉണ്ടായത്. ഇതിൽ അതിനുശേഷം നടന്ന ഒരു തിരഞ്ഞെടുപ്പ് അവലോകന വിലയിരുത്തൽ പാർട്ടി ഓഫീസിൽ നടന്നിരുന്നു. ഇതിൽ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ ഉയർന്നു. അതായത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ, അതിനുശേഷം അവരുടെ ഒരു മുന്നൊരുക്കത്തിന്റെ കാര്യത്തിൽ. കാരണം തൃപ്പൂണിത്തറ BJPക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇത് അവിടെ BJP ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് അറിയിച്ചിട്ട് പോലും അതിൽ വേണ്ടത്ര ഒരു ജാഗ്രത അത് പാർട്ടി സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അങ്ങനെ സംഘടനാപരമായിട്ടുള്ള ഒരു വീഴ്ച താഴെ തട്ട് മുതൽ കാണാനുണ്ടായിരുന്നു എന്നുള്ള പരാതിയാണ് കൂടുതൽ അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. ഒപ്പം തന്നെ പറവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി, വിമതരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും പരാതികളും പല അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ 2 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള CB ദേവദർശനും ഒപ്പം തന്നെ R അനിൽകുമാറും ഇത് അന്വേഷിക്കുകയും 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് നൽകണം എന്നുള്ളതുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.